എന്നെ കണക്ക് പഠിപ്പിച്ച ഒരു മാഷ്, അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ SLC പാസ്സായത്. അതുകൊണ്ടാണ് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് എന്തുണ്ട്, അത്രയും നന്നായിട്ട് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് കണക്കിന് മോശമായിട്ടുള്ള ഞാൻ ഈ നിലയിലെത്തിയത്. അദ്ദേഹത്തോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് ഈ കണക്ക് മാഷ് എന്റെ അയൽവാസിയായിട്ട് വന്നിട്ട് എന്റെ സ്ഥലം കയ്യേറി തുടങ്ങുകയാണ് എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ സ്ഥലം ഈ കണക്ക് മാഷ് പിന്നീട് എന്റെ സ്ഥലം കയ്യേറി തുടങ്ങുമ്പോൾ പണ്ടത്തെ കടപ്പാടും, അയ്യോ എന്റെ കണക്ക് മാഷ് എന്നെ പഠിപ്പിച്ച ആളാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്ഥലവും വീടും നഷ്ടപ്പെടും. അല്ലെ, കറക്റ്റ് അല്ലേ സാർ? അപ്പൊ പണ്ടത്തെ മാഷൊക്കെ കാര്യം ശരി തന്നെ. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു ശത്രുവിന്റെ റോളിലേക്ക് വരുമ്പോൾ അതനുസരിച്ചിട്ട് ഞാനും മാറാൻ ബാധ്യസ്ഥനാണ്. അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഒരു റോൾ ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന എല്ലാ പരാജയങ്ങളും കാരണം ഏത് റോളാണ് എവിടെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ബാങ്കും ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വരും. അതായത് ബാങ്കിന്റെ ചിന്തകളും ബാങ്കിന്റെ സ്ട്രെസ്സും ചുമന്നുകൊണ്ട്, അന്നത്തെ പ്രശ്നങ്ങളും ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വരും. കുട്ടി അച്ഛനെ കാത്തിരിക്കും ഒന്ന് കളിക്കാനോ കഥകൾ പറയാനോ. പക്ഷെ കുട്ടിയുടെ മുമ്പിൽ ഇയാൾ മാനേജറായിട്ടിരിക്കും. പറഞ്ഞ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഇയാൾ മാനേജറായിട്ടിരിക്കും. ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിനെയാണ്. അപ്പൊ ഭാര്യ നാച്ചുറലി പരാതി പറയാൻ തുടങ്ങും, നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, വീട്ടുകാര്യത്തിൽ ശ്രദ്ധയില്ല. അപ്പൊ വീട്ടിൽ ടെൻഷൻ വരും. വീട്ടിൽ കുറെ വഴക്കമായിട്ട് ഇയാൾ ബാങ്കിൽ പോകുമ്പോൾ ഇയാൾ മാനേജർ ആണതിന് പകരം ഭർത്താവായിട്ടിരിക്കും കസ്റ്റമറിന്റെ മുമ്പിൽ. അപ്പോൾ നമ്മൾ ഭർത്താവ് ആവേണ്ടടുത്ത് ഭർത്താവ് ആവാനും, അച്ഛനാവേണ്ടടുത്ത് അച്ഛനാവാനും, മാനേജർ ആവേണ്ടടുത്ത് മാനേജർ. അപ്പൊ ഇതാണ് അർജുനന് പറ്റാതെ പോയത്. അർജുനൻ ഇപ്പോഴും ശിഷ്യനായിട്ട് നിൽക്കുകയാണ്. അർജുനൻ ഇപ്പോഴും ബന്ധുവായിട്ട് നിൽക്കുകയാണ്. അർജുനൻ ഇപ്പോഴും സുഹൃത്തായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും നമുക്കും പല സമയത്തും പറ്റുന്ന ഒരു കുഴപ്പം തന്നെയാണ്. അതെ. അപ്പൊ അതങ്ങനെ പാടില്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.